ലോക്സഭാ തിരഞ്ഞെടുപ്പിനും 3 ഉപതിരഞ്ഞെടുപ്പുകൾക്കും സംസ്ഥാനം സാക്ഷ്യം വഹിച്ച വർഷമാണ് 2024. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായിരുന്നു ഉപതിരഞ്ഞെടുപ്പ്. ലോക്സഭയിലേക്ക് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലും UDF മികച്ച വിജയം നേടിയപ്പോൾ LDFന് ആശ്വസിക്കാനുള്ള ഏക വക നൽകിയത് ചേലക്കര മാത്രമായിരുന്നു. BJPയെ സംബന്ധിച്ചതാകട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ചുകൊണ്ട് ചരിത്രവും സൃഷ്ടിച്ചു. 7 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. ജൂൺ 4-ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എക്സിറ്റ് പോളുകൾ ശരിവെച്ചുകൊണ്ട് 18 സീറ്റുകളിൽ UDF വിജയിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച K രാധാകൃഷ്ണൻ മാത്രമായിരുന്നു LDF നിരയിലെ ഏക വിജയി. ഒന്നിലേറെ മണ്ഡലങ്ങളിൽ BJP വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വിജയിക്കാനായത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മാത്രമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ലോക്സഭയിലേക്കുള്ള BJPയുടെ ആദ്യ വിജയമായും ഇത് മാറി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും വിജയിച്ച രാഹുൽ ഗാന്ധി UPയിലെ കോൺഗ്രസ് തട്ടകം നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പകരക്കാരിയായി എത്തിയതോടെ തന്നെ കോൺഗ്രസ് വീണ്ടും ഒരു റെക്കോർഡ് വിജയം വയനാട്ടിൽ ഉറപ്പിച്ചു. LDFൽ നിന്ന് സത്യൻ മോഗേരി സ്ഥാനാർത്ഥിയായപ്പോൾ BJP രംഗത്തിറക്കിയത് നവ്യ ഹരിദാസിനെയായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 4,10,931 വോട്ടിന് പ്രിയങ്ക ഗാന്ധി വിജയിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പാർലമെന്ററി രാഷ്ട്രീയ വിജയവുമായി ഇത് മാറി. പ്രിയങ്ക ഗാന്ധിക്ക് 6,22,338 വോട്ട് ലഭിച്ചപ്പോൾ സത്യൻ മോഗേരിക്ക് 2,11,407 വോട്ടും നവ്യ ഹരിദാസിന് 1,09,939 വോട്ടും ലഭിച്ചു. MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി പ്രചരണഘട്ടത്തിൽ ഉയർന്നെങ്കിലും ഫലം പുറത്തു വന്നപ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടിന് BJPയുടെ C കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തി. രാഹുലിന് 58,389 വോട്ടും C കൃഷ്ണകുമാറിന് 39,549 വോട്ടും ലഭിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടെത്തി ഇടത് സ്വതന്ത്രമായി മത്സരിച്ച P സരീൻ 37,156 വോട്ടുമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധയാകർഷിച്ച സംഭവമായിരുന്നു BJP നേതാവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട LDFന് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ചേലക്കര ഉപതിരഞ്ഞെടുപ്പിലെ വിജയം. K രാധാകൃഷ്ണന് പകരക്കാരനായി പാർട്ടി കണ്ടെത്തിയ മുൻ MLA കൂടിയായ UR പ്രദീപ 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത്. LDF 64,827, UDF 52,626, BJP 33,609 എന്നിങ്ങനെയായിരുന്നു വോട്ടുനില. വർഷാവസാനം നടന്ന തദ്ദേശ ഉപതിരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനായതോടെ കടന്നുപോകുന്ന വർഷം UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 3 പഞ്ചായത്തുകളിലെ ഭരണം LDFൽ നിന്ന് പിടിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു. LDF ആകട്ടെ ചേലക്കരയിലെ വിജയം ഉയർത്തിക്കാട്ടി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും അവകാശപ്പെടുന്നു. അതേസമയം ദക്ഷിണേന്ത്യയിൽ BJPക്ക് മുൻതൂക്കം നേടാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നേറ്റം കേരളത്തിൽ അത്ഭുതകരമായി ഫലം കണ്ടത് ഈ വർഷമാണ്. പാർട്ടിയുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തകർപ്പൻ വിജയത്തിലേക്ക് കുതിച്ചു. തന്റെ അടുത്ത എതിരാളിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ VS സുനിൽകുമാറിനേക്കാൾ 75,000 വോട്ടിന്റെ ലീഡ് നേടിയാണ് മുതിർന്ന നടൻ രാഷ്ട്രീയ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പടക്കുതിരയായ K മുരളീധരനെ ഗോപി 3-ാം സ്ഥാനത്തേക്ക് താഴ്ത്തിയത് ഏവരെയും ഞെട്ടിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപിയുടെ പല പ്ലാനുകളും പൊളിയുന്ന കാഴ്ചയും നാം കണ്ടു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സഹമന്ത്രി സ്ഥാനം. ഏതായാലും തൃശൂർ പോലെ മറ്റൊരു ജില്ലയും BJPക്ക് വിട്ടുകൊടുക്കില്ലെന്ന നേതാക്കളുടെ ശപഥവും നാം കണ്ടിരിക്കുകയാണ്. ആ ശപഥമാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നാം കണ്ടത്.